മടക്കാൻ പറ്റുന്നില്ല. അങ്ങനെയല്ല ചോദിച്ചാ, അത് സെന്ററിലുള്ള ആ കമ്പി താത്തതിന് ശേഷം മടക്കാൻ പറ്റൂ. I feel like I'm losing my mind. Is everybody in the world blind? ഹലോ ബ്യൂട്ടി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള ജോലിക്ക് പോകണം. പിന്നെ നമ്മുടെ അടുത്ത് കുറേ പേര് നമ്മളോട് ചോദിച്ചു നമ്മുടെ ചെടിയൊക്കെ നട്ടത് വളർന്നോ, എന്തായി എന്നൊക്കെ. എല്ലാം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ, ഒന്നും പറയണ്ട. കുറച്ചൊക്കെ വളർന്ന് ചിലത് പാളിപ്പോയി. പാളിപ്പോയത് അതൊക്കെയാണെങ്കിൽ കാണിച്ചു തരണ്ടേ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. പുറത്ത് നല്ല വെയിലുണ്ട് കേട്ടോ. ഇച്ചയെന്നുണ്ട് ഇതൊക്കെ മടക്കി വെക്കും. ഞങ്ങൾ ഇന്നലെ ഒടിഞ്ഞു അത്. അയ്യോ, അത് മടക്കാൻ പറ്റുന്നില്ല. അങ്ങനെയല്ല ചോദിച്ചാ, അത് സെന്ററിലുള്ള ആ കമ്പി താത്തതിന് ശേഷം മടക്കാൻ പറ്റൂ. മടക്കി കുറച്ച് പാട് വെട്ടാണെങ്കിലും മടക്കി എടുത്ത്. അതെന്തിനാ ചോദിച്ചാ, ഹാങ്ങർ അല്ലേ ഇവിടെ എടുത്തിട്ടേക്കുന്നേ? ഇന്നലെ ഞങ്ങള് തുണിയൊക്കെ കഴുകിയിട്ടേ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കാറ്റടിച്ചെല്ലാം വീണാട് നമ്മുടെ ചെടി കണ്ട, ചെടിയൊക്കെ നട്ട് ഒരുവിധം കിളിച്ച് വന്നുകൊണ്ടിരിക്കട്ടെ. ബാക്ക് സൈഡിൽ നട്ടേക്കുന്ന മൊത്തം മുളകിന്റെ തൈയും ഫ്രണ്ട് സൈഡിലുള്ളത് നമ്മുടെ തക്കാളി തൈയും കേട്ടോ. കാരണം ഇത് എന്താണെന്നാണ്, ഇത് പാളിപ്പോയി ഗൈസ്, ഒന്നും പറയണ്ട. എനിക്കറിയാമേ, കഷ്ടമായിപ്പോയി. പിന്നെ ഇതിനകത്ത് ഈ ചെടി കിളിച്ചില്ല, പക്ഷെ ഇതിനകത്ത് കുറെ എന്തിന്റെയൊക്കെയോ വിത്ത് കിടന്ന് അതൊക്കെ ഇതാ കിളിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കിളിച്ചു വന്നു. ഇതിനകത്ത് ഒരു ഇല പോലും ഇല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇതിനെങ്ങനെ ഞാൻ ചുരണ്ടി നോക്കും പച്ചപ്പുണ്ടോന്ന്, പക്ഷെ പച്ചപ്പില്ല. അത് സംഗതി എന്തറിയോ, നമ്മള് കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിലേ സക്സസ് ആവത്തില്ല. ചുമ്മാതെ വീടുന്നത് പെട്ടെന്ന് കിളിക്കും, അതെല്ലാം കിളിക്കും. അല്ലാതെ നമ്മള് വേണമെന്ന് വെച്ചാൽ നടുന്നതൊന്നും കിളിക്കത്തില്ല. ഇതാണെങ്കിൽ 10 മണി ചെടി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 10 മണിക്ക്. ഇത് എന്റെ ഒരു പരുവത്തിനൊക്കെ ആയിട്ടുണ്ട്. ഞാൻ തറയിൽ ഒരെണ്ണം നട്ട്. ചിലപ്പോഴും തറയിൽ കിടന്നതായിരിക്കും ആദ്യം കളിക്കുന്നെങ്കിലോന്ന് വിചാരിച്ചിട്ട് തറയിൽ ഒരെണ്ണം നട്ട് വെച്ച്. ഞാൻ മറച്ചു വെച്ചല്ല ചോദിച്ചാ, അത് കളയാനുള്ള പേപ്പറാ. പിന്നെ ഇവിടെ പേപ്പർ കിട്ടാൻ പാടായതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തങ്ങ്. ഇവിടെ പൊതുവെ ഈ ന്യൂസ് പേപ്പർ വരുന്ന ആൾക്കാർക്ക് കുറവാട്ടോ. ഇവിടെ പേപ്പർ കിട്ടാൻ വലിയ പടം. പക്ഷെ കവർ അതിനും കൊണ്ട് ഇഷ്ടം പോലെ അനങ്ങിയ കവർ, എന്ത് ചെറിയൊരു സാധനമാണെങ്കിലും കവർ ഇട്ടുകൊണ്ട് പോകത്തുള്ളൂ. 2 കർട്ടൻ കിട്ടി ഞങ്ങൾക്ക്. പക്ഷെ കർട്ടൻ ഒന്ന് കഴുകിയെടുക്കാൻ ഇതുവരെ സമയം കിട്ടിട്ടില്ല. ഇത് ഇപ്പം കഴുകിട്ടാ ബെസ്റ്റ് ആയിരിക്കും. ഇന്ന് കഴുകിട്ട് കഴിഞ്ഞാൽ നാളെ മറ്റന്നാളൊക്കെ കുറച്ച് തുണിയുണ്ട് നമുക്ക് കഴുകാൻ കേട്ടോ. അപ്പോഴ് ചെടിയൊക്കെ ഇതൊക്കെയാണ്. അല്ല ഇല്ല, ഞാനും ഇച്ചായനും കൂടെയാ കഴുകുന്നത്. നമ്മുടെ വീട്ടിലെ ഡിഷ് ഉണ്ടെന്ന് പറഞ്ഞാണ്ട് ഇതാ. പക്ഷെ ഡിഷ് മാത്രമേ ഉള്ളൂ, TV ഇല്ല. ഇത് മാത്രം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എല്ലാരും ഞങ്ങൾ വരുമ്പോ ഞങ്ങളുടെ വീട് പറഞ്ഞു കൊടുക്കുന്നതിന് ആ മതിലിന്റെ പുറത്തൊരു ഡിഷ് ഇരിപ്പുണ്ട്. ആ ഡിഷ് ഇരിക്കുന്നതാണ് ഞങ്ങളുടെ വീട്. അങ്ങനല്ല വെച്ചത്, ഞങ്ങളുടെ വീട്ടിൽ TV ഉണ്ട്, കൊച്ചു മാത്രമേ ഉള്ളൂ, ഇവിടെ നിന്നൊരു കണക്ഷൻ എടുത്തോട്ടെ. ഞാൻ പറഞ്ഞു ഇത് അറിയത്തില്ല, നമ്മൾ വെച്ചല്ല, ഇത് ചാനൽ ഉണ്ടോന്ന് അറിയത്തില്ല, നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു കണക്ഷൻ. പുള്ളി ചെക്ക് ചെയ്തൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നില്ല. എനിക്കൊന്ന് നേരത്തെ താമസിച്ചവര് ഇങ്ങനെ വെച്ചിട്ട് പോയതായിരിക്കും. വെയിൽ കൊള്ളാൻ വയ്യാത്തോണ്ടേ ഞങ്ങള് കണ്ട ഇവിടെ തണലത്ത് ഈ ചെടിയുടെ മൂട്ടിൽ ഇങ്ങനെ ഇരിക്കും. ചെടി ഞങ്ങളുടെ പുറകിലുണ്ട് കേട്ടോ. ഭയങ്കര ട്രിക്ക് കേട്ടോ അവള്. എന്നെ ഇത്തിരി വെയിലത്ത് എത്തിരിക്കുന്നത്, എന്റെ നിഴലിൽ അവിടെ ഇരിക്കുന്നത്. നല്ല തണുപ്പുണ്ട്. വെയിലാണെങ്കിൽ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്, അതുകൊണ്ട് നല്ലൊരു സുഖമുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ചേരം ഇങ്ങനെ ഇരിക്കുക. ഫുഡ് പുറത്തുനിന്ന് കഴിച്ചാലോ? എനിക്ക് മനസ്സിലായി. പുറത്തുനിന്ന് എന്നാലും ഇത് എവിടെയോ കണ്ടിട്ട് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം വെച്ച് ആ പുറത്ത് പോയി കഴിക്കാം. എന്നിട്ട് ഇച്ചാൻ പറഞ്ഞ ആ വെച്ച ആഹാരം എടുത്തോണ്ട് വാ, നമുക്ക് വെളി പായൊക്കെ ഇട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാന്ന്. ആരുടെയോ എന്തോ കോമഡി ഷോർട്സ് അങ്ങോട്ട് കണ്ടിട്ടാണ് ഇങ്ങനെ ഇരുന്നോണ്ട് പറഞ്ഞത്. ഞാൻ എവിടെ വായിച്ചത്, ഇത് നോർമൽ കോമഡി. ഒന്നും പറയണ്ട, വെറുതെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കും. എപ്പോഴും ഉള്ള സ്വഭാവം, ഇങ്ങനെ പറ്റീര് പിടിച്ചൊരു സ്വഭാവം കാണിക്കുന്നത്. അങ്ങനെ പറ്റിക്കാനായിട്ട് കണ്ടുണ്ടോ? എനിക്ക് ഇഷ്ടമുള്ള ചെടികളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇരിക്കും ഞങ്ങൾ. അല്ല, വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ തമാശയൊക്കെ പറയുന്ന ഒരു ഭർത്താവിനെ കിട്ടിയത് അവളുടെ ഭാഗ്യം. ശരി, എങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം. അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഗ്യം പറഞ്ഞ് ആശ്വസിക്കണം. പിന്നെ നിങ്ങൾക്ക് ആഹാരമൊക്കെ കഴിച്ചോ? ഞങ്ങള് കഴിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇനി വേവണം. അരി അടുപ്പത്തിട്ടുണ്ട്, അതൊക്കെ ഇരിക്കുന്നു. സത്യം പറയാലോ, അരി വെന്തിട്ടില്ല. അരി വെന്ത് കറി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനൊരു ഐഡിയ ഇവിടെ അടുത്ത് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിൽ കുറെ മല്ലിയില ഇരിക്കുന്നു, ഒരുപാട് മല്ലിയില ഇരിക്കുന്നു. മല്ലിയില വെച്ചിട്ട് ചട്നി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു.
ട്രൈ ചെയ്ത് നോക്കും. ഇന്ന് ഇങ്ങനെ ഉണ്ടോ നോക്കട്ടെ. നോക്കട്ടെ. സക്സസ് ആയ പിന്നെ ഡെയിലി ഇത് തന്നെ പരിപാടി. അപ്പൊ മല്ലിയില ഇപ്പൊ മല്ലിയിലക്ക് ക്ഷാമേ ഇല്ല, ഇഷ്ടംപോലെ മല്ലിയില ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ തണുപ്പായി കഴിഞ്ഞാൽ മല്ലിയില, അതുപോലെ കുക്കുംബർ, തക്കാളി, ഇതിനൊക്കെ നല്ല ലാഭത്തിന് കിട്ടും. പക്ഷെ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് ഫുഡ് വരെ പിന്നെ ഈ സവാളയൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് സവാളക്കൊക്കെ വില കൂടുതലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങാൻ പോയപ്പോ പണ്ട് നാട്ടില് ഈ സവാളക്ക് വില കൂടിയപ്പോ സ്വർണത്തിനേക്കാളും വില എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ട്രോളും കോമഡി ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അന്നേരം ഞങ്ങൾ ഇവിടെ ചിരിക്കുമായിരുന്നു. ഇപ്പൊ അന്ന് നാട്ടിൽ വില കൂടിയ സമയത്ത് ഇവിടെ വിലയില്ലായിരുന്നു, ഇവിടെ നോർമൽ വിലയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഓരോരുത്തരുടെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കുറച്ച് സവാള കൊണ്ടുവരണേ, കുറച്ച് തക്കാളി നേരെ തിരിച്ചായി. ഇനിയിപ്പോ ഞങ്ങൾ ഇവിടെ വിഷമിക്കേണ്ടി വരും. ഇവിടെ കിട്ടുന്നില്ല. ഇപ്പം ഇന്ത്യയിൽ നിന്നുള്ള കുറെ സാധനങ്ങളുടെ വരവ് കുറഞ്ഞിട്ടുണ്ട്. ഈച്ച വരുന്ന വെച്ചാൽ ഇവിടെ ഇനി ഇരുന്ന ഞങ്ങളെ ഈച്ച കൊല്ലും കേട്ടോ. ഈ വെള്ളത്തിന്റെ നനവ് ഉള്ളത് കൊണ്ട്, ഞങ്ങൾ ചെടിക്ക് വെള്ളത്തിന്റെ നനവ് ഉള്ളത് കൊണ്ട് ഇവിടെ കൊറേ ഈ തണുപ്പ് കാലാകുമ്പോൾ അല്ലെങ്കിലും ഈ ഈച്ച കൂടുതലാട്ടോ. എല്ലാ മിക്ക വീടുകളിലും ഈച്ച കൂടുതലാണ്. ഇവിടെ ഈ തണുപ്പ് സമയത്ത് ഇവിടെ ഉള്ളു, അല്ല ചൂട് സമയത്തൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോഴും ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയുള്ളു. വെയിലടിച്ച് തുടങ്ങി. ഇനി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ല, ഞങ്ങൾ കയറിപ്പോയി ഫുഡൊക്കെ കഴിക്കാൻ പോകണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.